അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം ദേ നമ്മൾ ലേയിലാണ് കേട്ടോ. ലേയിൽ ഞാൻ ഒരുപാട് നാളത്തെ എൻ്റെ ആഗ്രഹമായിട്ടുള്ള കർദുങ്കില, അതുപോലെ തന്നെ അവിടുന്ന് നേരെ തുർത്തുക്ക് വില്ലേജ്, അവിടുന്ന് പിന്നെ നേരെ പാങ്കോങ്ങിലേക്ക്, ഇതൊക്കെ നമ്മൾ ഫോട്ടോസിലൂടെ മാത്രമേ, വീഡിയോസിലൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ നേരിട്ട് കാണാൻ പോകാൻ കേട്ടോ. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് കേരള ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടിയിലാണ്. ഇപ്പോൾ ലേ സിറ്റിയുടെ നടക്കാനാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. സുധീഷ് എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. അപ്പോൾ നിങ്ങൾ ലേയിൽ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ചേട്ടൻ നമ്പർ കൊടുത്തേക്കാം, സുധീഷിൻ്റെ നമ്പർ കൊടുത്തേക്കാം, നിങ്ങൾ വിളിക്കുക. ഇവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ സെറ്റാണ്. നല്ല ഡോർമെറ്ററീസ് ഉണ്ട്, റൂംസ് ഉണ്ട്, എല്ലാം ഉണ്ട്, അടിപൊളിയാണ്. നല്ല കേരള ഫുഡ് കിട്ടും കേട്ടോ, അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ ആയിരിക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉണ്ടാകും. നമ്മൾ ഇവിടുന്ന് ഡിസ്കിറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ വരെ പോകാൻ പറ്റുകയാണെങ്കിൽ അവിടെ വരെ പോകും. അപ്പോൾ അവിടെ നിങ്ങൾ സ്റ്റേ എടുക്കണം. സ്റ്റേ എടുത്തിട്ട് പിന്നെ അവിടുന്ന് നുബ്ര വാലി നേരെ തുർത്തുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻഡിൽ വരുന്നൊരു വില്ലേജാണ്, റിമോട്ട് വില്ലേജാണ്. ആ തുർത്തുക്കിൽ പോയിട്ട് തിരിച്ച് വീണ്ടും നമ്മൾ നുബ്ര വാലി വന്നിട്ട് അല്ലെങ്കിൽ ഡിസ്കിറ്റ് വന്നിട്ട് അവിടെ തന്നെ സ്റ്റേ ചെയ്യും. പിന്നെ അവിടുന്ന് നേരെ പാങ്കോങ്ങും അതുപോലെ തന്നെ ഉംബ്ലിംഗിലെയും സോമറിലൊക്കെ പോകണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്ലാൻ കേട്ടോ. അപ്പോൾ എൻ്റെ ദേ മുത്തവിടെ ഞാൻ ഇന്നലെ വാഷിന് ആയിട്ടായിരുന്നു അവനിപ്പോൾ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇരിപ്പുണ്ട്. എല്ലാ ബാഗും എടുത്തിട്ടില്ല, നമ്മുടെ ബാക്ക് പാക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ. പെട്രോളിൻ്റെ ഒരു ക്യാൻ ഞാൻ ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. അപ്പം ഇത് പോകുന്ന വഴിയിൽ നമുക്ക് സൈഡിലാണ് വെച്ച് കെട്ടാൻ തരും. ചിലപ്പം പെട്രോളിൻ്റെ ആവശ്യം വരും. പോകുന്ന റൂട്ടിൽ പമ്പുകളൊന്നും എല്ലായിടത്തും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഇവിടുന്ന് പോയേക്കാം. കർദുങ്കിലൊക്കെ റോഡ് പണി എടുക്കുകയാണ്. അവിടെ മൊത്തം റോഡ് മോശമാണ്, ഭയങ്കര അലമ്പാണ്. എന്തായാലും ഇറങ്ങുകയാണ്, എല്ലാം ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. നമ്മൾ ഈ ട്രിപ്പ് ഫുൾ അങ്ങനെയാണല്ലോ. അപ്പോൾ എന്തായാലും ഇറങ്ങിയേക്കാം കേട്ടോ, പോയേക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് റൈഡ് തുടങ്ങിയേക്കാം. ഇവിടുന്ന് 112 കിലോമീറ്റർ ആണ് കേട്ടോ. ഞാൻ മാപ്പ് എടുത്ത് നോക്കിയിട്ട് ഡിസ്കിറ്റ് വരാൻ. കാര്യം 110 കിലോമീറ്റർ ഉള്ളെങ്കിലും അത്യാവശ്യം ഓടാനുണ്ട്. റോഡ് ഇവിടെ തൊട്ട് തന്നെ കയറ്റാണ്. കാണുമ്പോൾ അത്ര കയറ്റം തോന്നുന്നില്ല, പക്ഷെ കയറുമ്പോൾ പറ്റും. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് സ്റ്റേ ചെയ്തത് കേരള ഹൗസിലായിരുന്നു കേട്ടോ. അത് അടിപൊളിയായിരുന്നു. അവിടെ ഞാനിപ്പോൾ ഒരു 4-5 ദിവസത്തോളം നിന്നു. അവിടെ നമ്മുടെ ഇടുക്കിക്കാരനായിട്ടുള്ളൊരു ചേട്ടനാണ്, സുധീഷ് എന്ന് പറഞ്ഞൊരു ചേട്ടനെയാണ്. ചേട്ടനും ചേട്ടൻ്റെ വൈഫ് ജോഷ്ന എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്. അവരും രണ്ടുപേരും അടിപൊളിയാണ്. അതിനെ കുറേ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് എൻ്റെ പെർമിറ്റും കാര്യങ്ങളെല്ലാം ചേച്ചി റെഡിയാക്കി തന്നതൊക്കെ. ഇവിടെ കുറച്ച് മുമ്പിലേക്ക് പോകുമ്പോൾ ഒരു പമ്പ് കാണിക്കുന്നുണ്ട് ഗൂഗിൾ മാപ്പിൽ. നമ്മൾ ആ ഒരു പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ടൗണിൽ നിന്ന് അടിക്കാതെ വന്നത്. കാരണം ഈ പമ്പ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് വേറെ പമ്പുകളൊന്നും ഇല്ല. പിന്നെ ഇനി നമ്മൾ കൽസാറൊക്കെ എത്തിയാലേ പിന്നെ അടുത്ത പമ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഡിസ്കിറ്റിലൊക്കെ എന്തായാലും ഓടിക്കോളും. ഡിസ്കിറ്റിൽ പമ്പുണ്ട് കേട്ടോ. നമ്മൾ നുബ്ര വാലിയും അതുപോലെ തന്നെ തുർത്തുക്കൊക്കെ പോകുന്ന ആളുകൾ ഡിസ്കിറ്റിൽ നിന്നാണ് ടാങ്ക് ഫുൾ ചെയ്തിട്ട് പോകുന്നത്. റോഡ് നോക്കിക്കേ, ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കാണ്ടിരിക്കുന്നത് നല്ലത്. ലെഫ്റ്റ് സൈഡ് നല്ല ഇറക്കമാണ്. റൈറ്റ് സൈഡ് അതിൻ്റെ അപ്പുറമുള്ള കല്ലെല്ലാം കൂടി ഇങ്ങനെ താഴേക്ക് വീഴാൻ വേണ്ടി നിൽക്കുകയാണ്. ആദ്യമൊക്കെ എനിക്ക് ഈ റൈറ്റ് സൈഡിൽ ഈ കല്ലെല്ലാം കൂടി ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ടെൻഷനൊക്കെ തോന്നുമായിരുന്നു. പക്ഷെ ഇപ്പം ഡെയിലി കണ്ട് ഓക്കെ ആയി. കല്ലിടക്കിടക്ക് ഉരുണ്ടൊക്കെ വരും കേട്ടോ. ഇവിടെ റോക്ക് ഫോളിങ് ഭയങ്കര കോമൺ ആണ്. നമ്മൾ റൈഡിനിടയിലൊക്കെ ഇടയ്ക്ക് കല്ലൊക്കെ ഉരുണ്ട് വരാറുണ്ട്. ചെറുതൊക്കെ കേട്ടോ. ഒരുപാട് വലുതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് പറയാൻ പാടില്ല. ചെറുതൊക്കെ വരുമ്പോൾ നമ്മളത് നേരത്തെ തന്നെ കാണുമ്പോൾ അതനുസരിച്ച് ഒന്ന് സ്ലോ ചെയ്യുക. ഇവിടെയാണ് കേട്ടോ പമ്പ്, HP പമ്പ്. ഇവിടെ കയറി നമുക്ക് ഫുള്ളടിക്കാം. ആക്ച്വലി എൻ്റെ ടാങ്കിൽ ഫുള്ളുണ്ട്. എനിക്കിനിയിപ്പം വണ്ടിയിൽ പെട്രോൾ അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എൻ്റെ ഒരു ക്യാൻ എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ ക്യാൻ നമുക്ക് വാങ്ങിച്ചിട്ട് പോകാം. ഇതൊരു 5 ലിറ്റർ 5.5 ലിറ്ററൊക്കെ ക്യാനിൽ കയറും. 500 രൂപ വാങ്ങിക്കാം. അതാകുമ്പോൾ ഏകദേശം ഒരു 4.75 ഉണ്ടാവും. ആരും കാണാനല്ലോ അമ്മമാർ കിടപ്പി. भाई इधर आदमी कौन नहीं? हाँ आ रहे हैं वाह. मैं इतना खुश हूँ तुमको देखो. भाई इसमें फुल करना है. हाँ फुल कर. ठीक है, थैंक यू. Sir from Kochi. Kochi. No, for Ladakh. You came from which side? Srinagar side. And where are you from? We are from Nagpur. Maharashtra, okay. ഇവിടെ പെർമിറ്റ് ചോദിക്കുമെന്ന് തോന്നണം. ഇവിടുത്തെ ലോക്കൽസ് ഒക്കെ തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ ഈ പെർമിറ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം കേട്ടോ. ഒരു മിനിറ്റ്. आधार कार्ड वो परमिट ऑलरेडी टेकन है. आधार कार्ड भी आईडी प्रूफ है. ये परमिट आईडी कार्ड दे दो. खाली नाम ही लेना भैया. ठीक है सर. ठीक है, थैंक यू. भाई रोड कैसा है? रोड ठीक ही है, बीच में है थोड़ा ऑफ रोड. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടപോലെ ചില സ്ഥലങ്ങളിൽ ഇതേപോലെ പെർമിറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ നിൽപ്പുണ്ടാവും. അപ്പോൾ അതിന് മുമ്പായിട്ട് പെർമിറ്റ് എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. നമ്മൾ ലഡാക്കിലേക്ക് വരുന്ന ആളുകൾ, ടൂറിസ്റ്റുകൾ ട്രാവൽ ചെയ്യാനായിട്ട് പെർമിറ്റ് എടുക്കേണ്ടി വരും ഓൺലൈനായിട്ട്. ലഡാക്ക് പെർമിറ്റ് ഓൺലൈൻ അടിച്ചെടുത്തു കഴിഞ്ഞാൽ അവരുടെ സൈറ്റ് വരും. അപ്പോൾ അതിൽ കയറിയിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക.
നമ്മൾ ഏത് ദിവസം തൊട്ട് ഏത് ദിവസം വരെയാണ് ലേയിൽ അല്ലെങ്കിൽ ലഡാക്കിലൊക്കെ കറങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും പിന്നെ ഏതൊക്കെ സ്ഥലങ്ങളാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെന്നും ഒക്കെ വ്യക്തമായിട്ട് അതിൽ മെൻഷൻ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഫീ അടയ്ക്കേണ്ടി വരും. ലഡാക്ക് എൻവയോൺമെന്റ് ഫീ എന്നൊക്കെ പറഞ്ഞിട്ട് ഏകദേശം ഒരു 400-450 രൂപ അങ്ങനെ വരും. പിന്നെ എത്ര ദിവസം നിൽക്കുന്നോ അതനുസരിച്ചിട്ട് പെർ ഡേയിൽ ഒരു 20-30 രൂപ ആ ഒരു റേഞ്ച് പെർ ഡേയിൽ നമുക്ക് എക്സ്ട്രാ ചിലവ് വരും. ഇപ്പം ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 7 ദിവസത്തെ പെർമിറ്റാണ് കേട്ടോ. ഈ ഒരു പെർമിറ്റിൽ ഞാൻ ഡിസ്കിറ്റും അതുപോലെ തന്നെ ഉബ്ര വാലി, തുർത്തുക്ക് വരെയുള്ള സ്ഥലങ്ങൾ, പിന്നെ പാങ്കോങ് ലേക്ക്, ഹാൻലെ, പിന്നെ സോമറേരി ഇത്തരം സ്ഥലങ്ങളാണ് വെച്ചേക്കുന്നത്. നമുക്ക് ഈ ഇത്രയും സ്ഥലങ്ങൾ, ലഡാക്കിലുള്ള ഈ സ്ഥലങ്ങളെല്ലാം ഈ ഒരു പെർമിറ്റ് കൊണ്ട് പോകാം. പെർമിറ്റ് അത് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക, അപ്പോൾ തന്നെ ശരിയാവും. നമുക്ക് അതിൻ്റെ ഫീ അടയ്ക്കണം. അപ്പോൾ എനിക്കിപ്പോൾ 7 ദിവസത്തേക്ക് അറൗണ്ട് ഒരു 550-600 രൂപയ്ക്കുള്ളിലാണ് അയക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു PDF കിട്ടും. അപ്പോൾ അത് വേണമെങ്കിൽ പ്രിൻ്റ് എടുത്ത് വെക്കാം, ഹാർഡ് കോപ്പി ആയിട്ട് വെക്കാം. അല്ലെങ്കിൽ അതിൻ്റെ സോഫ്റ്റ് കോപ്പി ആയാലും കുഴപ്പമൊന്നുമില്ല, നമ്മളെ PDF കാണിച്ചാലും മതി, പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ PDF കാണിച്ച വിഷയമൊന്നും ഉണ്ടായിരുന്നു. ഈ ഭാഗത്തൊക്കെ വന്നിട്ട് ലെഫ്റ്റിലേക്ക് നോക്കിയിട്ട് എൻ്റെ നോക്കിയില്ലോ ഭയങ്കര ഡെപ്താണ്. ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡെപ്താണ്. നമുക്ക് ഒരുപാട് നേരം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു ഇത് തോന്നും. അപ്പോൾ അത് കാരണം നേരെ നോക്കിയൊക്കെ വണ്ടി ഓടിച്ചാൽ മതി, വലിയ വിഷയമില്ല. ഇപ്പം നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ ആ ഒരു താഴെ കാണുന്നതൊക്കെ ലേ സിറ്റിയൊക്കെ തന്നെയാണ്. നമ്മളിപ്പോൾ അവിടെ നിന്ന് കർദുംഗിലേക്കുള്ള ആ ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇവിടെയൊക്കെ റോഡുണ്ട്. ഇനി എവിടം വരെ ഈ റോഡ് ഇങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പാടില്ല. എനിക്ക് തോന്നുന്നു അധികം ദൂരം ഈ റോഡ് ഇങ്ങനെ ഉണ്ടാവില്ല. പിന്നെ അങ്ങോട്ടേക്ക് ഓഫ് റോഡൊക്കെ തന്നെ ആയിരിക്കും. ഈ ഒരു റൂട്ടിൽ അത്യാവശ്യം കുറേ റൈഡേഴ്സ് ഉണ്ട് കേട്ടോ. ഇവരെല്ലാവരും കർദുംഗിൽ വരെ പോകുന്നവരായിരിക്കും, അല്ലെങ്കിൽ നേരെ പുറത്തേക്ക് ആ ഒരു റൂട്ട് പോകുന്നവരായിരിക്കും. ആരോ കയ്യൊക്കെ കണ്ടിട്ട് ധാരാളാവും. ഇത് മറ്റ് അവരെ നമ്മൾ നേരത്തെ പമ്പിൽ വെച്ച് കണ്ടില്ലേ, അവരാണ് ഈ പോകുന്ന റൈഡേഴ്സ് എല്ലാവരും. ഞങ്ങൾ ഇനിയിപ്പോൾ അവിടെ എത്തുന്നത് ഏകദേശം ഒരുമിച്ചൊക്കെ തന്നെ ആയിരിക്കും. നമ്മളെല്ലായിടത്തും നിർത്തി കാഴ്ചയൊക്കെ കണ്ടല്ലേ പോകുള്ളൂ. थैंक यू. ठीक है. हाँ. पेट्रोल गिरेगा? हाँ थोड़ा लिख हुआ. चलो. नहीं. आराम से बस करो. और ये रोड है. हाँ ये रोड. और ऊपर रोड का वो ऊपर शायद वो काम चल रहा है वहाँ. अच्छा. कोई लैंडस्लाइड हुआ है, पता नहीं क्या. So everyone is going from there. हाँ मेरा स्कूटी भी ऐसे जाएगा ना. But careful, हाँ ये थोड़ा सा स्लिपरी है stones. हाँ आराम से जाओ. Take care, thanks. Where are you from? Delhi. Kerala. हाँ. ഈ വഴി പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ട് റൂട്ട് തിരിച്ചു വിടുകയാണ് കേട്ടോ. നമ്മളെ കണ്ട ആ ഒരു ബ്രോ ഡൽഹി എന്നുള്ളതാണ്. പുള്ളി അവിടെ മറിഞ്ഞ ആക്ച്വലി. പുള്ളിക്ക് വണ്ടി ഹിമാലയുടെ ഭയങ്കര വെയിറ്റ് ആയതുകൊണ്ട് നമ്മൾ മറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടിക്കാൻ ഭയങ്കര പാടാണ്. പിടിച്ച് പൊക്കിയെടുക്കാനൊക്കെ ആയിട്ട് ആരെങ്കിലും ഹെൽപ്പ് ഇല്ലാതെ പറ്റില്ല. അപ്പം നമുക്ക് ആ മേളിക്കോട്ടുള്ള റോഡ് പോകാൻ പറ്റില്ല. നമുക്കിനിയിപ്പോൾ താഴെക്കോട് ഇങ്ങനെ പോയിട്ട് ഈ റോഡ് എവിടെ എന്ന് പറയുന്നത് ഒരു ഐഡിയ ഇല്ല കേട്ടോ. വെറുതെ പോയി നോക്കുകയാണ്. നമ്മുടെ പ്രോ മുമ്പിൽ പോകുന്നുണ്ട്. എന്തായാലും അവൻ്റെ പുറകെ വിട്ടു നോക്കാം. ഈ ഭാഗത്തുനിന്ന് റോഡെന്ന് പറഞ്ഞാൽ സാരമില്ല കേട്ടോ. ഇത് ഈ ലാൻഡ് സ്ലൈഡൊക്കെ ഉണ്ടാവുന്നത് കൊണ്ട് ഇങ്ങനെ പാരലലായിട്ടുള്ള റൂട്ടുകൾ ഇവർ ഉണ്ടാക്കുന്നതായിരിക്കും ചിലപ്പോൾ. നമ്മൾ ശ്രീനഗറിൽ നിന്ന് ലേയിലേക്ക് റൈഡ് ചെയ്ത സമയത്തും ഇതുപോലെ തന്നെ ചില സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഗൂഗിൾ മാപ്പിലുള്ള റോഡുകൾ നേരിട്ട് വരുമ്പോൾ ഉണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല ഗൂഗിൾ മാപ്പിൽ ഇല്ലാത്ത റോഡുകൾ നമ്മൾ നേരിട്ട് വരുമ്പോൾ കാണുകയും ചെയ്യും. എനിക്ക് തോന്നുന്നത് ഈ ലാൻഡ് സ്ലൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഓൾറെഡി ഉള്ള റോഡുകൾ പോകും. അപ്പോൾ ആ ഒരു അപ്ഡേറ്റുകൾ ഗൂഗിളിൽ വരാനായിട്ട് പിന്നെ ടൈം എടുക്കുമെന്ന് തോന്നും. ഓരോ റോഡുകൾ പോകുന്നതനുസരിച്ച് നമ്മുടെ PR വന്നിട്ട് അടുത്ത റോഡുകൾ അവരുണ്ടാക്കും. അവരെ തൽക്കാലത്തേക്കുള്ള പരിഹാരം എന്നോണം ഇതേപോലെ ചെറിയ റോഡുകൾ കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യും. നമ്മൾ മാപ്പിനെ മാത്രം ഫോളോ ചെയ്ത് റൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പെട്ടുപോകും ചില സമയങ്ങളിൽ. മാപ്പ് വേണമെങ്കിൽ നേരെ കൊക്കയിലേക്കൊക്കെ ഓടിച്ചോളാൻ പറയും. അതുകൊണ്ട് തന്നെ എപ്പോഴും ലോക്കൽസ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ അവരോടൊക്കെ ചോദിച്ചിട്ട് പോകുന്നത് നല്ലത്. പിന്നെ ഇവിടെയൊക്കെ പിന്നെ ലോക്കൽസ് ആയിട്ടുള്ള ആളുകളൊന്നും ഇല്ല. നമ്മൾ കുറേ ദൂരം റൈഡ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഒരു ചെറിയൊരു വില്ലേജ് അല്ലെങ്കിൽ കുറച്ച് സെറ്റിൽമെന്റുകൾ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അവിടെ മാത്രമേ വീടുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും സ്ഥലങ്ങളൊക്കെ ഇതേപോലെ തന്നെ ആയിരിക്കും. हाँ भाई. My scooty? Yes. Okay, the landslide is over there, right? So where does this road lead to? Okay, so we have to go up, right? Till Umlingla? Huh? Umlingla have to go. You're planning there? Yeah, of course. All the best, huh? Huh? All the best. Thank you. Safe ride. But गाड़ी okay ना? I think
is okay. I came from the Zanskar road, road Sanskar Road. From Manali. from Manali. Oh, bro, that road is terrible, I think. Extreme dangerous. Where are you going actually? To Turtuk or? No, I've already done. This is my 5th time in Ladakh. Wow. This is your first time? Yeah, my first time. Safe travels. I'll enjoy. Just bye. Thank you. Take care, man. Yeah, sure. What's your name? Umang. Umang. Yeah. Your name? Srikutan. Srikutan. ഗുയിസ് നല്ല ഓഫ് റോഡാണ് കേട്ടോ. റോഡ് സീനാണ്. ഇനിയിപ്പോൾ ആ ഒരു മെയിൻ റോഡിലേക്ക് എവിടെ നിന്ന് കയറാൻ പറ്റുമെന്നും അറിയില്ല. ഈ റോഡ് ഇങ്ങനെ നേരെ കിടക്കുകയാണ്. ഇതിപ്പോൾ എങ്ങോട്ടുള്ള റോഡാണെന്ന് അറിയാൻ പാടില്ല. വേറെ റൈഡർമാരൊന്നും ഇല്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളാകെ. വഴിയാണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഏത് വഴി പോകണമെന്ന് കൺഫ്യൂഷനാവും കണ്ടു കഴിഞ്ഞാൽ. എനിക്ക് തോന്നുന്നു ഈ റോഡ് നേരെ ആ ഒരു റോഡിലേക്ക് കയറുമെന്ന് തോന്നുന്നു. ലോറിയൊക്കെ വരുന്നുണ്ട്, അപ്പോൾ റോഡുണ്ട് എന്തായാലും. ഈ ലോറി, എൻ്റെ അമ്മോ, ലോറി വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ നേരത്തേക്ക് പിന്നെ ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റില്ല. ഭയങ്കര പൊടിയായിരിക്കും, ഒരു രക്ഷയില്ലാത്ത പൊടിയായിരിക്കും. പിന്നെ ഞാൻ ഇപ്പോൾ ആ ഒരു ലോറീനെ ഫോളോ ചെയ്യാൻ കേട്ടോ. കാരണം ആ ലോറിക്കാരൻ മെയിൻ റോഡിലേക്ക് കയറാനുള്ള പരിപാടിയാണ്. നമുക്കിപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല, നമുക്ക് അയാളുടെ പുറകിന് പോവുക എന്നുള്ളതേ ഉള്ളൂ. അവർ ഈ വർക്കേഴ്സിനെയും കൊണ്ട് പോകുന്നതാണ് കേട്ടോ. അപ്പം എനിക്കൊന്ന് പോകുന്ന വഴിയിലൊക്കെ എവിടത്തെ പോലൊക്കെ റോഡിനൊക്കെ ഇറക്കുന്നുണ്ടാവില്ല, അപ്പം അങ്ങോട്ടേക്കുള്ള പണിക്കാരെയും കൊണ്ട് പോവാണ്. എൻ്റെ സൈഡിലത്തെ പെട്രോൾ ക്യാനിൽ നിന്ന് പെട്രോൾ പോകുന്നുണ്ട്. നമ്മളത് പ്രോപ്പറായിട്ടല്ല കെട്ടി വെച്ചേക്കുന്നത്. ഈ ഇത്രയും റോഡ് ഇത്രയും ഈ ഒരു ഭാഗമൊക്കെ ഇത്രയും ഇതാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പം ആ ഒരു കെട്ടൊക്കെ ഓൾറെഡി പോയി. അപ്പം അതെങ്ങനെയോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പെട്രോൾ അങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട് ലീക്കാവുന്നതിൻ്റെ. നമുക്കിനിപ്പോൾ ഈ ഒരു ഭാഗം കയറി റോഡിലെത്തിയിട്ട് പ്രോപ്പറായിട്ട് അതൊന്ന് കെട്ടി വെക്കാൻ മര്യാദയ്ക്ക്. ഇപ്പം എല്ലാം അഴിഞ്ഞ് കുളമായിട്ടിരിക്കുകയാണ്. ഗുയിസ്, നമ്മൾ പോണ റൂട്ടിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ട് റോഡ് ബ്ലോക്കാണ്. അവരത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടികളൊക്കെ ഇവിടെ പിടിച്ചെടുത്തേക്കാണ് കേട്ടോ. ഇവിടെയും കുറേ റൈഡേഴ്സ് ഉണ്ട്, അവിടെയും കുറേ റൈഡേഴ്സ് ഉണ്ട്. എല്ലാവരും ബ്ലോക്ക് ചെയ്തേക്കാണ്. നമ്മൾ കയറി വന്ന വൈദ്യുതിമാരി മെനകെട്ട വഴിയാണ് കേട്ടോ. ഇനി അങ്ങോട്ടേക്കുള്ള റോഡ് അതേപോലെ തന്നെ ആയിരിക്കും. ഇതുപോലെ ഇനി എവിടെയൊക്കെ ലാൻഡ് സ്ലൈഡ് കിട്ടുമെന്നൊന്നും അറിയാൻ പാടില്ല. അങ്ങനത്തെ റോഡാണ്. അതുകൊണ്ട് വണ്ടി ഇപ്പോൾ വിടുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ വീണെടുക്കുന്നത് വലിയ എല്ലുകളാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് റോഡ് എത്ര നേരം എടുക്കുമെന്ന് അറിയില്ല. നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഈ ഒരു ഭാഗത്തായിരുന്നു ഇപ്പം പ്രശ്നം. ഇവർ ഭയങ്കര ഫാസ്റ്റാണ് കേട്ടോ. BRO നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. BROയും ആർമിയും എല്ലാവരും ഉണ്ട്. ഇപ്പം അരമണിക്കൂർ കൊണ്ടൊക്കെ റോഡ് ക്ലിയർ ചെയ്ത് തരും. ഓഫ് ഡാർക്ക്, ഓ സീൻ കയറി നമ്മൾ റോഡിൽ മിക്കവാറും ഇങ്ങനത്തെ മണ്ണിടിച്ചിലുണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു JCB ഓൾറെഡി കൊണ്ട് ഇട്ടിട്ടുണ്ട്. മലയൊക്കെ ഇടിയുന്ന സമയത്ത് തന്നെ റോഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചേക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. കാര്യം ഈ റോഡൊക്കെ നല്ല അന്യായ റിസ്ക് ആണെങ്കിലും നിങ്ങൾ വ്യൂ നോക്കിക്കേ, എന്താ ഭംഗി നോക്കിക്കേ. വ്യൂ രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. എന്ത് രസമാണ്. റിസ്ക് എടുക്കുന്നത് കൊണ്ട് ഒരു ഗുണമുണ്ട്. ഇതേപോലത്തെ ഒരു വ്യൂവും ഒരു റൈഡിങ് എക്സ്പീരിയൻസും ഭയങ്കരമാണ്. റിസ്ക് ഒരു 100% റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അതിപ്പോൾ ലഡാക്കിൽ അങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. ലഡാക്കിൽ റിസ്ക് ഫ്രീ ആയിട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്ന റോഡുകളൊന്നും ഇല്ല. എല്ലാ റോഡും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മുടെ നേരെ ദൂരെ ആ ഒരു മലകളുടെ അപ്പുറം നല്ല മഞ്ഞ് മൂടിക്കിടക്കുന്ന മലകൾ കാണാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പം നമ്മൾ ഓടിച്ചു പോകുന്നത് അങ്ങോട്ടേക്കാണ്. കർദുങ്ങിലൊക്കെ എന്തായാലും ഇപ്പം ഫുള്ള് ഐസ് കവർ ചെയ്ത് നിൽക്കുകയായിരിക്കും. കാരണം അവിടുത്തെ ടെമ്പറേച്ചറൊക്കെ നോക്കിയിട്ട് -ആണ്. ഇപ്പം നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് മെയ്യിലായതുകൊണ്ടാണ് ഈ ഒരു തണുപ്പും ഫീലിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞ് ജൂൺ ജൂലൈ കഴിയുമ്പോഴത്തേക്ക് ഈ റോഡ്സൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആവും. ഈ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. ഇവിടുത്തെ സീസൺ ടൈം തുടങ്ങുന്നത് ആ ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആ ഒരു 3 മാസങ്ങളാണ്. മെയ് ഇവിടെ ആ ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ്. നമ്മൾ ആ ഒരു ടൈമിലാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ടൊരു ഗുണമുണ്ട്, സ്ഥലങ്ങളിൽ തിരക്ക് കുറവായിരിക്കും. പിന്നെ നമുക്ക് ആ ഒരു തണുപ്പും ചിൽ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ജൂൺ ജൂലൈയിലൊക്കെയാണ് വരുന്നതെങ്കിൽ ഈ സ്ഥലങ്ങളൊക്കെ ഇത്തിരി ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആ സമയത്ത് റോഡുകളെല്ലാം ഓപ്പൺ ആയിരിക്കും കേട്ടോ. ഒരു ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാ റോഡുകളും ഓപ്പൺ ആവും. ഇപ്പം നിലവിൽ കുറേ റോഡുകൾ ക്ലോസ്ഡ് ആണ്. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ, വീഡിയോ നിങ്ങൾ കാണുന്ന സമയമാകുമ്പോഴത്തേക്ക് ഈ റോഡുകളെല്ലാം ഓപ്പൺ ആയിരിക്കും. നിലവിൽ ഭയങ്കര ചില സ്ഥലങ്ങളൊക്കെ റെസ്ട്രിക്ഷനൊക്കെ ഉണ്ട്. 1 വേ ട്രാഫിക്കിംഗ് ഒക്കെയാണ്. ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് ചില സ്ഥലങ്ങളിലൊക്കെ വണ്ടികൾ വിടുന്നത്. ലഡാക്കിലത്തെ ഒരു ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിലൊക്കെ കുറച്ച് അപ്ഡേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരും.
പിന്നെ മനാലി റോഡിൻ്റെ കാര്യമൊക്കെ ഞാൻ ഓൾറെഡി വിളിച്ചു ചോദിച്ചായിരുന്നു. പുള്ളി പറഞ്ഞ് വണ്ടി വിടത്തില്ല എന്ന് പറഞ്ഞു. റോഡ് മുകളിൽ വെള്ളമാണെന്ന് പറഞ്ഞു. അവിടെ ഐസ് ഉരുകിയിട്ടൊക്കെ ആയിട്ട് വെള്ളം ഭയങ്കരമാണെന്ന് പറഞ്ഞു. ഉണ്ട് ഇവിടെയൊക്കെ പണി നടക്കുകയാണ്. ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് ബ്ലോക്ക്. നമ്മളിപ്പോൾ ഓൾറെഡി ഒരു 2 ലാൻഡ് സ്ലൈഡ് കണ്ടു. 2 ലാൻഡ് സ്ലൈഡിൽ നമ്മൾ ബ്ലോക്ക് ചെയ്തു. പിന്നെ ഇപ്പോൾ ദേ അടുത്തത് ഇവിടെ ഇനി എന്ത് ഭണ്ഡാരമാണോ എന്തോ. ഇവിടെ അടുത്ത ലാൻഡ് സ്ലൈഡ് ഉണ്ടായെന്ന് തോന്നുന്നു. അവിടെ ബ്ലോക്കാണ്. വണ്ടികൾ വിട്ടു തുടങ്ങിയെങ്കിലും അവർ ഇറങ്ങി വരുന്ന വണ്ടികൾക്കാണ് അവർ പ്രയോറിറ്റി കൊടുത്തേക്കുന്നത്. ഇറങ്ങി വരുന്ന വണ്ടികൾ മൊത്തം ഇറക്കിയിട്ട് ഇനി നമ്മളെ കയറാൻ സമ്മതിക്കത്തുള്ളൂ. ഒരു കണക്കിന് നല്ലതാണ് കേട്ടോ അത്. ഒരു സൈഡിലെ വണ്ടികൾ മൊത്തം പോയിട്ട് മറ്റേ സൈഡിലേക്ക് ട്രാഫിക് വിടുകയാണെങ്കിൽ. ഇപ്പം ഇതൊക്കെ നാരോ റോഡുകളല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മേളിൽ പോയി കഴിഞ്ഞാൽ. ഇവിടെ ആയിരുന്നു നേരത്തെ ലാൻഡ് സ്ലൈഡ് വന്നു. എൻ്റെ അമ്മോ, ഓഫ് റോഡ് എന്ന് പറയുമ്പം കൊള്ളാം, പൊളി. കയറാനുണ്ട് നമ്മുടെ മുത്തിനങ്ങനെ ഒരു ഓഫ് റോഡ് ആണെങ്കിലും ആള് കയറുന്നുണ്ട്. ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്നവരും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചോദിക്കാറുണ്ട്, ഈ സ്കൂട്ടറായിട്ട് ഓഫ് റോഡ് കയറാൻ പറ്റുമോ? ഓഫ് റോഡ് കയറാനൊക്കെ പറ്റും. എല്ലാം നമ്മളുടെ ഒരു മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. പിന്നെ സ്കൂട്ടറുകളൊന്നും ഒരിക്കലും ഓഫ് റോഡിന് അനുയോജ്യമായിട്ടുള്ള വണ്ടികളൊന്നും അല്ല. പക്ഷേ അതേ ഉള്ളൂ എങ്കിൽ, അല്ലെങ്കിൽ അതായിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ കയറാനൊക്കെ പറ്റും, വിഷയമൊന്നുമില്ല. പിന്നെ നമ്മുടെ ടയറൊക്കെ ഓക്കെയാണ്. ടയർ നമ്മൾ ഓൾറെഡി ഫ്രണ്ട് ടയർ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് മാറ്റിയതാണ്. അപ്പോൾ അതിപ്പോൾ 8 മാസമായി. പക്ഷെ അങ്ങനെ ഫ്രണ്ട് ടയറിന് പ്രശ്നം വരാൻ സാധ്യതയില്ല. ടയറിനോട് ഞാൻ നോക്കിയിട്ട് എൻ്റെ ത്രെഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. ബാക്ക് ടയർ നമ്മൾ രാജസ്ഥാനിൽ വെച്ചിട്ട് മാറ്റിയായിരുന്നു. രാജസ്ഥാനിൽ വെച്ചിട്ട് ടയർ പൊട്ടി. ആ സമയത്ത് തന്നെ ഞാൻ ടയറൊക്കെ ഫുള്ള് ചേഞ്ച് ചെയ്തായിരുന്നു. ഇപ്പം കിടക്കുന്ന ടയർ നല്ല ടയറാണ്, വിഷയമൊന്നുമില്ല. ലഡാക്കിൽ വരുന്നതിന് മുമ്പായിട്ട് വണ്ടിയുടെ സർവീസിങ് ചെയ്യാതെ കയറരുത് കേട്ടോ. വണ്ടി പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യാണ്ട് കയറ്റാനേ പാടില്ല. നമ്മൾ അമൃത്സറിൽ നിന്ന് സർവീസ് ചെയ്തിട്ടാണ് ശ്രീനഗറിലേക്ക് വന്നത്. സർവീസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 10-15 ദിവസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. ഇവിടൊക്കെ പണി നടക്കുകയാണ്. ഇതൊക്കെ എക്യുപ്മെൻറ്റുകളും സംഭവങ്ങളൊക്കെ നോക്കിയാൽ മൊത്തം എന്താ പറയുക, ഇവിടെ ലഡാക്കിൽ മൊത്തം ഇങ്ങനെ പണി നടക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു അടുത്തൊരു 5-10 വർഷം കൊണ്ട് നമ്മൾ കാണുന്ന സ്ഥലങ്ങളിൽ, അതായത് റോഡില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം BRO റോഡ് പണിയും. ഇപ്പോൾ തന്നെ കുറേ സ്ഥലങ്ങളിൽ പണ്ട് റോഡേ ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ ഒരു നല്ല റോഡുകൾ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിൽ പാകിസ്ഥാൻ്റെ ഇത്, ഒരു സൈഡിൽ ചൈനയുടെ ഇത്, 2 സൈഡിൽ നിന്നും നമുക്ക് ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഏത് സമയത്താണ് ഒരു അറ്റാക്ക് കാര്യങ്ങളൊക്കെ വരിക എന്ന് പറയാൻ പറ്റൂല. അപ്പം അതുകൊണ്ടുകൂടിയാണ് ഇവർ ഈ റോഡുകളൊക്കെ ഇത്രയും സ്പീഡിൽ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്തെങ്കിലും ഒരു ഇഷ്യൂ ബോർഡറിൽ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ആർമിയുടെ വണ്ടികൾക്കും കാര്യങ്ങൾക്കൊക്കെ അവിടെ ഈസി ആയിട്ട് എത്തണമെങ്കിൽ നല്ല റോഡ് വേണമല്ലോ. സോ മെയിൻലി ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, മെയിൻലി ഇത് ആർമിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ റോഡുകൾ പണിയുന്നത്. ആർമിക്ക് വേണ്ടിയിട്ടെന്നല്ല, നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ് റോഡുകൾ പണിയുന്നത്. കാരണം എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ വലിയ എക്യുപ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഭയങ്കര റിമോട്ട് ഏരിയകളിലും വീടുകളും ആൾ താമസമൊക്കെ ഭയങ്കര കുറവുള്ള ഏരിയകളിലേക്ക് പോലും BRO റോഡുകൾ പണിയുന്നുണ്ട്. മറ്റേ ഉംലിംഗിലേക്കുള്ള റോഡൊക്കെ ഈ ഇടയ്ക്ക് പണിതാണ്. കഴിഞ്ഞ ഒരു 3-4 വർഷത്തിനുള്ളിൽ പണിതാണ്. അതിന് മുന്നേ ഒന്നും അവിടെ റോഡേ ഇല്ലായിരുന്നു. അതേപോലെ ഇനി അടുത്തൊരു 5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലേക്കും നല്ല റോഡുകൾ വരും. എനിക്ക് തോന്നുന്നു ഈ ഒരു ഓഫ് റോഡിങ്ങും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഇപ്പോൾ മാത്രമേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ലഡാക്ക് ഫുള്ള് നല്ല റോഡുകളായി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഈ ഓഫ് റോഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്തായാലും നമുക്ക് ആ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഈ വണ്ടികൾ പോയി കഴിഞ്ഞാലാണ് ഒടുക്കത്തെ പൊടിയോ. പിന്നെ ഈ കാറുകാർ ബൈക്കേഴ്സിനെ അവർ നോക്കുകയില്ല. അവർ ബാക്കിയുള്ളവർ ഇത്രയും പൊടിയൊക്കെ പറത്തിയിട്ട് പോകുമ്പോഴത്തേക്കൊന്ന് പിന്നെ അവർക്ക് അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. അവർ ഈ പറഞ്ഞ പോലെ ഷെയർ ടാക്സികളാണ് എല്ലാം. അവർ കറക്റ്റ് ഒരു ടൈമിലൂടെ എത്താൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ടുള്ള ഓട്ടോപ്പാച്ചിലായിരിക്കും. അവരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും അവരാരും നോക്കത്തൊന്നുമില്ല, ബൈക്കേഴ്സിനൊന്നും നോക്കത്തൊന്നുമില്ല. ഓവർടേക്ക് ചെയ്യുമ്പം നല്ല സ്പീഡിൽ നമ്മുടെ ബൈക്കിൻ്റെ ഒക്കെ അവിടെ ചേർത്തെടുത്തോണ്ടായിരിക്കും പോകുന്നത്. നമുക്ക് കാണുമ്പോൾ നമുക്ക് പേടിയാവും. ഇപ്പം എൻ്റെ വണ്ടിയുടെ അടുത്തോട്ട് തന്നെ എത്ര വട്ടം ഇങ്ങനെ റോഡ് പൊടി. വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണെങ്കിൽ, കൺട്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയാൽ മതി. പിന്നെ കൂടുതലൊന്നും പിന്നെ ആലോചിക്കേണ്ട ആവശ്യമില്ല. താഴെ വീണ് കഴിഞ്ഞാൽ പിന്നെ കൂടുതലൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഏറെക്കുറെ തീരുമാനമാവും. പൊടിയെങ്കിലും കിട്ടിയ ഭാഗ്യം എന്നുള്ളൊരവസ്ഥയാണ് താഴേക്ക് വീണ് കഴിഞ്ഞാൽ. ഭയങ്കര ഡെപ്താണ്.
പിന്നെ ഇവിടെ എന്തുകൊണ്ടാണോ വീണ്ടും ബ്ലോക്ക് ആണല്ലോ. ഇനി അടുത്ത ലാൻഡ് സ്ലൈഡോ? ഇവിടെ ചെക്ക് പോയിന്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ചെക്ക് പോയിന്റ് ആണ്. ഇവിടെ ഇനി എങ്ങനെ പെർമിറ്റ് കാര്യങ്ങൾ കാണിക്കണോ അതോ അവിടെ നമ്മുടെ വണ്ടിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ എഴുതണം തോന്നുന്നു. इधर प्रोसीजर क्या है? गाड़ी का नंबर नोट करना. നമ്പർ ठीक है. അപ്പോൾ ഗയ്സ് നമ്മളിതേ കർദുങ്ല ടോപ്പിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. എൻ്റെ പൊന്നെ 18,000 ഫീറ്റ് മുകളിൽ നിൽക്കുകയാണ്. ഹൈ ഓൾട്ടിറ്റ്യൂഡ് നിൽക്കുകയാണ്. ഇതൊക്കെ കൈയൊക്കെ ഭയങ്കരമായിട്ട് ഇതാവുന്നുണ്ട്. ഓക്സിജൻ കുറവാണ്. ഭയങ്കരമായിട്ട് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ട്. എനിക്കിപ്പോൾ എത്രത്തോളം സന്തോഷമുണ്ടെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താ പറയുക, സ്കൂട്ടറും കൊണ്ട് പറ്റൂല, അല്ലെങ്കിൽ സ്കൂട്ടറും കൊണ്ട് ഏതൊന്നും നടക്കൂല എന്നൊക്കെ എന്നോട് പറഞ്ഞ ആളുകളുണ്ട്. നടക്കും, നമ്മുടെ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ എല്ലാം നടക്കും. ഇതാണ് ആ ഒരു കർദുങ്ല ടോപ്പിൻ്റെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ കേട്ടോ. ഇവിടെ വരെ കയറി ഇതിൻ്റെ ആ ഒരു എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു ബോർഡ് ഉണ്ടല്ലോ, ഇത് എവിടെയാണ്. നമുക്ക് അവിടെ പോയിട്ട് നമുക്കൊരു പിക്ക് എടുക്കണം, പോരണം. ഓൾട്ടിറ്റ്യൂഡ് 17,982 ഫീറ്റ്, 18,000 ഫീറ്റ് മുകളിൽ. നോക്കിക്കേ ഒരു കർദുങ്ല ടോപ്പിൻ്റെ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന ആ ഒരു സ്പോട്ട്. അവിടെ നിന്ന് ഞാനും 2 പിക്കൊക്കെ എടുത്ത് അന്യായ ചെയ്യുവാൻ കേട്ടോ. സത്യം പറയില്ല, എൻ്റെ കൈയൊക്കെ കോച്ചിട്ട് എനിക്ക് പറ്റണില്ല. ഞാൻ ഗ്ലൗസ് ഊരിയിട്ട്, ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഗ്ലൗസ് ഊരിയാണ്. എനിക്ക് കൂകിക്കൊണ്ട് ഇവിടെയൊക്കെ ഓടക്കിടുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇത്രയും പൊക്കത്തിരിക്കുന്നതുകൊണ്ട് നമ്മളുടെ ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഉണ്ടാവും. അതുകൊണ്ട് ഒരുപാട് നമുക്ക് എനർജിയോടെ വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ എനിക്ക് സംസാരിച്ചിട്ട് ബ്രീത്ത് കിട്ടുന്നില്ല. അങ്ങനെ നമ്മളുടെ കർദുങ്ല സക്സസ്. പിന്നെ മൊത്തം ഓക്കെയാണ്, സീനില്ല. ഇച്ചിരി ഓഫ് റോഡ് ഉണ്ടായിരുന്നു, ഇനി അങ്ങോട്ടേക്ക് കുറേ ഓഫ് റോഡ് ഉണ്ട്. ബട്ട് നമ്മൾ കയറും. മുത്തേ നോക്ക് സുഹൃത്തുക്കളെ, ഒരു KL41 വണ്ടി ലഡാക്കിലെ, അതും കർദുങ്ല ടോപ്പിലെ 18,000 ഫീറ്റിന് മുകളിൽ ഒരു KL41 ആലുവ രജിസ്ട്രേഷൻ വണ്ടി, ഒരു പാവം സ്കൂട്ടർ. ഭയങ്കര സന്തോഷമാണ്. എന്താ പറയുക, ഒന്നും പറയാനില്ല. ഇവിടെ നിന്ന് ഇനി സംസാരം എടുത്ത് കഴിഞ്ഞാൽ ഇമോഷണലാവും. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് വിടാം. നമ്മുടെ കുറേ റൈഡർമാരും കുറേ ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. ഒരുപാട് തിരക്കില്ലെങ്കിലും കുറച്ച് പേരൊക്കെ ഇവിടെ ഉണ്ട്. എന്തായാലും നമ്മൾ പോയേക്കാണ്, ഫുൾ സെറ്റാണ്. അപ്പോൾ ഓക്കെ, ചേട്ടാ നമ്മൾ വണ്ടി ഓടിക്കുന്ന വഴി നോക്കിക്കേ. പൊന്നെ, ഒരു സൈക്കിൾ കൊണ്ട് ഇത്രയും വലിയ ഹൈ ഓൾട്ടിറ്റ്യൂഡ് എച്ചാതി വ്യൂ ആണല്ലേ. നല്ല രസമുണ്ട് വണ്ടി ഓടിക്കാൻ. മച്ചാൻ സൈഡ് കയറാനല്ലോ കേട്ടോ. സിയാച്ചിനൊക്കെ പോകുന്ന റോഡാണ്. റോഡില്ല, പക്ഷെ ഇതൊരു വേറെ വൈബാണ് കേട്ടോ.